എല്ലാവർക്കും മേമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി ജ്യൂസാണ്. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ്. പണ്ട് മുതലേ നമ്മളിത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഉണക്കമുന്തിരി ജ്യൂസ് തയ്യാറാക്കാം. ഉണക്കമുന്തിരിയുടെ ഔഷധ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ധാരാളം അയണും കാൽസ്യവും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉണക്കമുന്തിരി. കുഞ്ഞു കുട്ടികളുടെ നാവിലുണ്ടാകുന്ന വെളുത്ത പൂപ്പൽ മാറുന്നതിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ ദഹനത്തിനും വയറ് സംബന്ധമായ അസ്വസ്ഥതയ്ക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ രക്തക്കുറവ് പരിഹരിക്കാനും ഇത് നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ജ്യൂസ് ഒരുപോലെ പ്രയോജനപ്രദമാണ്. ഹൃദയാരോഗ്യത്തിനും ക്യാൻസറിനെ തടയാനും ഉണക്കമുന്തിരി ജ്യൂസ് ഉത്തമമാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 50 ഗ്രാം ഉണക്കമുന്തിരിയാണ് എടുക്കുന്നത്. അതൊന്ന് നമ്മൾ നന്നായിട്ട് തിരുമി കഴുകി എടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഒഴിച്ചു വെക്കാം. ഇതുപോലെ നമ്മൾ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് രാവിലെ വരെ വെക്കണം. രാവിലെ നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കുതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മളിത് കൈകൊണ്ട് തിരുമി പിഴിഞ്ഞാണ് എടുക്കുന്നത്. പക്ഷേ എളുപ്പത്തിന് വേണ്ടി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഉണക്കമുന്തിരി വെള്ളം ഉൾപ്പെടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്നിനി അരിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഉണക്കമുന്തിരി ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു മധുരമുണ്ട്. ഇനി കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇത് ദിവസേനയുള്ള നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചേക്കണം. താങ്ക്